ഡാം 999 എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ സംവിധായകനും ഡോക്യുമെന്ററി സംവിധായകനുമായ സോഹൻ റോയാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഓൾ ലൈറ്റ്സ് ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അഥവാ ആലിഫ് എന്ന പേരിൽ കൊച്ചിയിൽ നവംബർ 15-ന് ആരംഭിക്കുന്ന ചലച്ചിത്രമേളയുടെ സ്ഥാപക ഡയറക്ടർ കൂടിയാണ് സോഹൻ റോയ്. ഇതോടൊപ്പം കൊച്ചിയിൽ ഫിലിം മാർക്കറ്റ് തുടങ്ങാനും പദ്ധതിയുണ്ട്. ആലിഫിൻ്റെയും അതോടൊപ്പം ഫിലിം മാർക്കറ്റ് എന്ന ആശയത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ സോഹൻ റോയിൽ നിന്ന് തന്നെ സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. ഇന്ത്യക്കാർക്ക് പൊതുവെ മലയാളികൾക്ക് അവാർഡ് സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും അല്ലെങ്കിൽ വാണിജ്യ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറി, അങ്ങനെ തട്ടിലാണ് അല്ലെങ്കിൽ രണ്ടായിട്ട് തരം തിരിച്ചാണ് ഇന്ത്യക്കാർ സിനിമയെ കാണുന്നത്. ഇത് തമ്മിലൊരു വലിയ ഗ്യാപ്പ് തന്നെയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്ന ഉദ്ദേശമാണോ ആലിഫിനുള്ളത്? അത് ഇന്ത്യയിൽ ഈ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം വേർതിരിവുകളും ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. കാര്യം സിനിമയ്ക്ക് പരമായ ഒരു ലക്ഷ്യമുള്ളൂ, അത് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. ഇത് അലിഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റ് ഇന്ത്യയുടെ എന്ന് പറയുന്നൊരു ബൃഹത്തായ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. 100ഓളം ലക്ഷ്യങ്ങളിലെ ഒരു ലക്ഷ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ, ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രോജക്റ്റ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. പ്രോജക്റ്റ് ഇന്ത്യയുടെ എന്ന് പറയുന്നത് 5 വർഷം കൊണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ ലോകത്തിൻ്റെ നിറകിലെത്തിക്കുക, അതായത് ഹോളിവുഡിനെയും ഓവർടേക്ക് ചെയ്തിട്ടുള്ള ഒരു, അത് റവന്യൂ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും വേൾഡിൻ്റെ നിറകിലെത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഏതാണ്ട് 67,000 കോടി റുപ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ വരുന്നൊരു പ്രോജക്റ്റാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നൊരു പ്രോജക്റ്റാണ്. കാര്യം ലോകത്തിലെ 40% മാർക്കറ്റ് ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. തിയേറ്റർ അഡ്മിഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്പർ ഓഫ് മൂവീസ് മേക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് അത്രയുണ്ട്. പിന്നെ നമുക്കത് കഴിയാതെ പോകുന്നത് നമ്മളുടെ ക്വാളിറ്റിയിലുള്ള വീഴ്ച മൂലമാണ്. ഇന്ന് നമ്മൾ 4Kയിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ട് 2Kയിൽ പ്രോസസ്സ് ചെയ്ത് 1Kയിൽ കാണുന്ന ഒരവസ്ഥയാണ്. ഇന്ന് വരെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻസ് സിനിമയെ അതിൻ്റെ ശരിയായ ഫോർമാറ്റിൽ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഞങ്ങൾ ടോട്ടൽ ചേഞ്ച് ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം ന്യൂ ജനറേഷൻ സ്ക്രീൻസ് നമുക്ക് കൊണ്ടുവരണം. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലെക്സ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത്. അപ്പം അതൊരു ഭയങ്കര ചരിത്ര വിജയമായിരുന്നു. കാര്യം അതുകൊണ്ട് തന്നെ, കാര്യം ഫിലിം ഫെസ്റ്റിവൽസ് പലപ്പോഴും ഒരു കർട്ടൻ കെട്ടി പലപ്പോഴും കാണിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലയിടത്തും നടക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഫെസ്റ്റിവൽ നടത്തുമ്പോൾ പോലും അതിനകത്തൊരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സിനിമ എന്ന് പറയുന്നത് വെറുതെ ഒരു തിരക്കഥയെ കഥയാക്കി മാറ്റുന്ന അല്ല സിനിമ. കാര്യം അതിനകത്ത് സാങ്കേതിക വിദ്യയും എത്രയോ പേരുടെ എഫേർട്ട് അതിനകത്ത് വരുന്നതാണ്. ഇപ്പം സൗണ്ട് ഡിസൈനർ ഇത്രയധികം എഫേർട്ട് ഇടുന്നൊരു സാധനം ആ സൗണ്ട് ക്വാളിറ്റിയിൽ കാണാതെ കാര്യമില്ല. കളർ കറക്ഷനൊക്കെ ചെയ്തിട്ട് ഇത്രയും വിഷ്വൽ ബ്യൂട്ടിയൊക്കെ കൊണ്ടുവരുന്നൊരു സിനിമയെ വളരെ മോശം രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലുള്ള ക്വാളിറ്റി തിയേറ്റേഴ്സിൽ വെച്ച് തന്നെ വേണം ഫെസ്റ്റിവൽസ് നടത്താൻ. അപ്പം ഫെസ്റ്റിവൽസിന് പോലും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽസിന്, അതായത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ കണ്ണുപൂട്ടി വാങ്ങുന്നത് പോലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽസിന് ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരേണ്ടതെല്ലാം ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ആദ്യം ഒരു മാതൃകയായിട്ട് എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഫിലിം ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ളതിൻ്റെ തുടക്കമാണ്. ഇതിപ്പോൾ ഒരു വലിയ ഫിലിം ഫെസ്റ്റിവൽ ആവുന്നതിൻ്റെ തുടക്കം മാത്രമാണ്. പക്ഷേ അതിൻ്റെ റെസ്പോൺസ് ഞങ്ങൾ വിചാരിച്ചതിലപ്പുറമായി പോയി. കാര്യം 400-ലേറെ ചിത്രങ്ങളിൽ അതെല്ലാം മികച്ച ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ജാഫർ പനായിയുടെ ടാക്സി ഇവിടെ ഞങ്ങളുടെ ഓപ്പണിംഗ് മൂവിയാണ്. ഏതാണ്ട് 130 സിനിമകൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. 60-ലേറെ റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് പലപ്പോഴും നമുക്ക് അന്യമാണ്. നമുക്കറിയില്ലേ എന്താണ് റെഡ് കാർപ്പറ്റ് ഇവൻറ്റ്. അപ്പോൾ ഞങ്ങൾ ക്യാനിലൊക്കെ ചെയ്യുന്ന അതേ ഒരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പം റെഡ് കാർപ്പറ്റ് ഇവൻറ്റ്സ് തന്നെ 60-ലേറെ ഉണ്ട്. അതായത് 35ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ വരുന്നുണ്ട്. എല്ലാം വെറും അല്ല അവാർഡ് സിനിമ എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു വേർതിരിവൊന്നുമല്ല. നല്ല ക്വാളിറ്റി മൂവീസ് നോക്കിയാണ് സെലക്ട് ചെയ്തത്. പല സിനിമയെന്ന് നമ്മൾ വിളിക്കുന്ന സിനിമകൾ പോലും പ്രദർശിപ്പിക്കാൻ ഒരു B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകളെ കിട്ടുന്നുള്ളൂ. അല്ലയോ, പലപ്പോഴും ഇപ്പം ഞാൻ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നടന് പേടിയാണ്, ഇനി ഞാൻ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് ഔട്ടാവുക എന്നുള്ളൊരു പേടിയാണ്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ വരുമോ എന്നുള്ള പേടിയാണ് വീട്ടിലുള്ളത്. അതൊന്നും അല്ല. നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ലക്ഷ്യം നല്ല സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വേൾഡ് സിനിമയെ ഇവിടെ ഇപ്പം നമ്മൾ കൊച്ചി സിനിമയുടെ ഒരു ഹബ്ബായി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ. പക്ഷേ ഇപ്പോഴും ഫെസ്റ്റിവൽ നടക്കുന്ന തിരുവനന്തപുരത്താണ്. പക്ഷേ ആ ഫെസ്റ്റിവലും അല്ല ഇപ്പം തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു മാതൃകയിലല്ല ഞങ്ങളിവിടെ നടത്തുന്നത്. അത് ടോട്ടലി ഡിഫറെൻറ്റ്. അതെല്ലാം ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാ ഫിലിം ഫെസ്റ്റിവൽസിനും ഒരു വേറെ ട്രാക്കിൽ പോകാനുള്ള വളരെ വേറിട്ട വഴിയിലൂടെ ഉള്ള ഒരു രീതിയിലാണ് നടത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും മാത്രമാണ്. നമ്മൾക്കിവിടെ പുതിയ ടെക്നോളജി എല്ലാം കൊണ്ടുവരണം. കാര്യം ഈ ചലച്ചിത്ര മേഖലയിൽ ടോട്ടൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിലിം ഫെസ്റ്റിവലിനൊപ്പം ഫിലിം മാർക്കറ്റ് എന്നൊരു ആശയം കൂടി. കാര്യം ഫിലിം മാർക്കറ്റ് വന്നാൽ മാത്രം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇന്ന് ഒരു ഏറ്റവും വലിയ നമ്മുടെ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡ്രെയിൻ ഹോളാണ്. നമ്മളുടെ സമ്പത്ത് ചോർന്നു പോകുന്നൊരവസ്ഥയാണ്. കാര്യം ഇന്ത്യൻ സിനിമയുടെ മൊത്തം റവന്യൂവിൻ്റെ 95% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാരാണെങ്കിലും കണ്ടിട്ടാണ് ഈ ഒരു ഫോറിൻ റൈറ്റ് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഇന്ത്യക്കാർ മാത്രമാണ്.
അപ്പോൾ അത് ഇടത്തെ പോക്കറ്റിൽ നിന്ന് വലത്തെ പോക്കറ്റിലേക്ക് ഇന്ത്യൻ സമ്പത്ത് പോകുന്ന പോലെയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഇന്ത്യൻ സമ്പദ്ഘടന വികസിക്കണമെങ്കിൽ, അതിൽ സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശീയരുടെ അല്ലെങ്കിൽ മറ്റ് നാഷണാലിറ്റീസിൻ്റെ പണം നമ്മളുടെ അക്കൗണ്ടിൽ വീഴുമ്പോൾ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ സിനിമകൾക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് കണ്ടെത്തണം. ഇത്രയും വലിയ 40% മാർക്കറ്റ് ഷെയറുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, അത് ഏതാണ്ട് 20ഓളം ഭാഷകളിൽ നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. 10 ഫിലിം മെയിൻ മാർക്കറ്റ്സ് ഇന്ത്യക്ക് ഉള്ളിൽ തന്നെയുണ്ട്. 5 ഫിലിം ഹബ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ഫിലിം മാർക്കറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ഫിലിം സെയിൽസാണ് നടക്കുന്നത്. അത് നല്ല ഒരു ഇതിനെ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫിലിം മാർക്കറ്റ് നമുക്ക് വേണം. ആ ഒരു കാഴ്ചപ്പാട് പലർക്കും ഇല്ല. അത് അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് 5 വർഷമാണ്. 5 വർഷത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മാർക്കറ്റ് നടക്കുന്നത് അമേരിക്കൻ ഫിലിം മാർക്കറ്റാണ്. AFMനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം. AFMൽ അവിടെ ഇൻഡിപെൻഡൻറ്റ് മൂവീസിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഹോളിവുഡ് ചിത്രങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് വളരെ 10% പോലും ഷെയർ ഇല്ലാത്തതാണ് ഇൻഡിപെൻഡൻറ്റ് മൂവീസ്. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇൻഡിപെൻഡൻറ്റ് മൂവീസ് മാത്രം അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 40% നമ്മളുടെ ഇൻഹൗസ് ഷെയർ തന്നെയുണ്ട്. പിന്നെ പിന്നെ ഇവിടുത്തെ പുതിയ ന്യൂ ജനറേഷൻ തിയേറ്റേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞ് ഇപ്പം ബാഹുബലി പോലുള്ളൊക്കെ ചിത്രങ്ങൾ ഇനി എടുക്കാനായിട്ട് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് റെഡിയായി, മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇപ്പം ഞങ്ങൾ ചെയ്ത ഏരിയസ് ഫ്ലെക്സ് പോലുള്ള തിയേറ്റേഴ്സാണ് വേണ്ടത്. അതിൻ്റെ മാതൃകയാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ വിസ്മയ സ്റ്റുഡിയോ എടുത്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ആദ്യം അത് മോഡേണൈസ് ചെയ്ത്, ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മിക്കവാറും എല്ലാ സിനിമകളും നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ മോഡേണൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫെസിലിറ്റിയുള്ള സ്റ്റുഡിയോസ് നമുക്ക് വേണം, തിയേറ്റേഴ്സ് വേണം. ഇങ്ങനെ വരുമ്പോൾ പിന്നെ നല്ല ഫിലിം സ്കൂൾസ്, ഇപ്പോൾ ഉള്ള ഫിലിം സ്കൂൾസ് മൊത്തം നമുക്ക് റീവാമ്പ് ചെയ്യണം. അതിനുവേണ്ടി അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാം റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. കാര്യം ഇവിടുത്തെ കോഴ്സുകളെല്ലാം അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി കൂടണം. എങ്കിൽ മാത്രമേ ഇവിടുത്തെ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് നെക്സ്റ്റ് ഡേയിൽ ഇപ്പം ഹോളിവുഡിൽ ചെന്ന് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. ഇതെല്ലാം മാറ്റിമറിക്കുവാനുള്ള ഒരു ചെറിയ തുടക്കമാണ് നമ്മളിവിടെ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും അത് 100% വിശ്വാസം എനിക്കുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മിക്കവാറും എല്ലാം ഈ 100 ഒരു 90 സാമ്പിൾസ് ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കുറേ സപ്പോർട്ട്സാണ്. അതിൻ്റെ ഗവൺമെൻറ് ഇപ്പം ഇത്തവണ പാറ്റേണായിട്ടുള്ളത് ചീഫ് മിനിസ്റ്ററാണ് പാറ്റേണായിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഇപ്പം പൈറസി തന്നെ നിർത്തണമെങ്കിൽ വളരെ സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്. അത് ഒരു ഗവൺമെൻറ് അതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒറ്റ ദിവസം കൂടി ഗവൺമെൻറ് എടുക്കാവുന്ന ഡിസിഷനേ ഉള്ളൂ ഇതിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട്. ഇപ്പം മൊബൈൽസിൽ ഡൗൺലോഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സാധനം വരുമ്പോൾ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് ഒരു ഫൈൻ 1000 rupees വാങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് ആര് ഡൗൺലോഡ് ചെയ്തോ, ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് ഡൗൺലോഡ് ചെയ്ത് ഒഫീഷ്യലി ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സാധനം ഞാൻ ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ നാളെ ചെയ്യില്ല. അപ്പോൾ അതിനൊക്കെ ഒറ്റ ദിവസത്തെ ഡിസിഷൻ മതി. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് നമ്മളൊരു പ്രോജക്റ്റായിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങൾ മിനിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു, അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ മോഡിയുടെ ഓഫീസിലേക്ക് ഇപ്പം ഇത് കഴിഞ്ഞാൽ ഉടൻ അവർ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ശക്തമായ നീക്കമാണ്. നാഷണൽ ലെവലിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തുകൊണ്ട് ഒരു ബോളിവുഡിനെ അല്ലെങ്കിൽ ചെന്നൈ, ഹൈദരാബാദ് ഒക്കെ മാറ്റി കൊച്ചി എന്നൊരു? ഇല്ല, കൊച്ചി നമ്മുടെ തട്ടകമാണ്. ഇതിൻ്റെ തുടക്കം നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ബേസിൽ നിന്ന് തുടങ്ങണം. ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ എല്ലാം പോകും. നാളെ അതുകൊണ്ട് ഈ വർഷം കൊച്ചി, അടുത്ത വർഷം അത് ചെന്നൈയിലായിരിക്കും, ഹൈദരാബാദിലായിരിക്കും. അത് കറങ്ങി അവസാനം ബോളിവുഡിൽ അവസാനിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് ഇത്തവണ ഇത് ഒഫീഷ്യലി ഹോസ്റ്റ് ചെയ്യുന്നത്. ഫെഫ്കയാണ് ഞങ്ങളോട് ശക്തമായിട്ട് നിന്ന് ഇത് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ വരുന്ന ന്യൂ ജനറേഷനിൽ നിന്നുള്ള ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പ്രോസസ്സും കൂടി ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസ് ഫിലിം ഫെസ്റ്റിവൽ ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ മത്സരം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈവൻ ഇപ്പം ഇതുവരെ ലിറിക് റൈറ്റേഴ്സ്, ഇപ്പോൾ ഇന്ത്യൻ മൂവിയിൽ മ്യൂസിക് ഒരു പാട്ടാണ്. പക്ഷേ അടുത്ത ജനറേഷനിലേക്കുള്ള ഗാനരചയിതാക്കളെ കണ്ടെത്താൻ ഇതുവരെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. ഞങ്ങളതിന് വേണ്ടി സിമ്പിൾ മത്സരങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു സോങ് കൊടുത്തിട്ട് ഇപ്പോൾ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ആ വരികൾക്ക് സംഗീതത്തിനനുസരിച്ചിട്ട് ഒരു മ്യൂസിക് എഴുതിയാൽ മതി. അതിനുവേണ്ടി ഒരു ദിവസം വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ടെത്തുവാൻ വേണ്ടി 15 മുതൽ 19 വരെയുള്ള പല വേദികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഇതൊന്ന് കാണണം. അപ്പോൾ ഒരുപക്ഷേ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഞങ്ങൾ കൊച്ചിയിൽ നടത്തും. അത് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. കാര്യം 5 വർഷം സമയം നമുക്കുണ്ട്. അപ്പം ഇതിൻ്റെ തുടക്കം മാത്രമാണ്. ഇത്തവണ ഒരു ഹംബിൾ ബിഗിനിങ് എന്ന് പറയുന്ന രീതിയിലാണ് 15th ലേ മെറിഡിയനിൽ ഇതിൻ്റെ കമ്പൈൻഡ് ഫിലിം ഫെസ്റ്റിവലിൻ്റെയും ഫിലിം മാർക്കറ്റിങ്ങിൻ്റെ ഒരു കമ്പൈൻഡ് ലോഞ്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 ദിവസമാണ് ഫിലിം ഫെസ്റ്റിവലും ഫിലിം മാർക്കറ്റ്സ് നടക്കുന്നത്. 19th ക്ലോസിംഗ് സെറമണിയാണ്. പിന്നെ ഇതിലേക്ക് വരുന്ന
വലിയ വലിയ ആൾക്കാർ, അതായത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വിദേശത്തു നിന്നും ചൈനീസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്, യൂറോപ്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്, ഹോളിവുഡിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ഈ ഈവൻറ്റിന് വരുന്നുണ്ട്. ഒരുപാട് അതുപോലെ കുറേ പേര് നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇപ്പം ഈവൻ രാജമൗലിയുടെ അച്ഛനാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ 2 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയത്. ഒന്ന് ബാഹുബലിയുടെ തിരക്കഥയും ബജ്രംഗി വൈജയൻ്റെ തിരക്കഥയും. അത് പലർക്കും അറിയില്ല. ഏതാണ്ട് 1000 കോടിയിലേറെ കളക്ഷൻ ഉണ്ടാക്കിയ 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട്. 15-ാം തീയതി അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ അറിയാതെ പോയതും എങ്കിൽ ആദരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പം ഫീഡ്ബാക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് കേരളത്തിൽ നിന്ന് മോഹൻലാൽ വന്നിട്ടുണ്ട്, മഞ്ജു വാര്യർ വന്നിട്ടുണ്ട്, ഇപ്പം വെങ്കടേഷ് തെലുങ്കിൽ നിന്ന് വന്നിട്ടുണ്ട്, കമൽഹാസൻ തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാ ഭാഷകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഈവൻ ഫിലിം ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് നടൻ ദിലീപാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫിലിം ടൂറിസം തന്നെ ഒരു വലിയ പുതിയ കാഴ്ചപ്പാടാണ്. ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിക്കൊക്കെ വലിയ പ്രൊമോഷൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സിനിമകൾക്ക് ഇപ്പം എല്ലാ വേൾഡിലും ഉള്ള എല്ലാ മലയാളി അസോസിയേഷൻസ്, ഇന്ത്യൻ അസോസിയേഷൻസുമായിട്ടും കാര്യം പലയിടത്തും പല രാജ്യങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അസോസിയേഷൻസ് കുറച്ച് പേര് ചേർന്നൊരു ഷോ നടത്തുകയാണ്. നമ്മളതിനെ ഒന്ന് ഫോർമലൈസ് ചെയ്തിട്ട് ശരിക്കും ഇവിടെ സിനിമ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇതിനെയൊക്കെ റിലീസിങ് സെൻറ്റേഴ്സായിട്ട് മാറ്റാം. മനസ്സിലായില്ലേ? ഒരു 1000-ഓളം റിലീസിങ് സെൻറ്റർ നമുക്ക് വേൾഡ് വൈഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പം അത് കോർഡിനേറ്റ് ചെയ്യേണ്ടതെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ അതുപോലെ ഹോം റിലീസ് സിസ്റ്റം വരികയാണ്. അപ്പം ഇനി മുതൽ നമുക്ക് പൈറേറ്റ് CD കാണേണ്ട കാര്യമില്ല. ഏറ്റവും ക്വാളിറ്റിയിൽ 2K ക്വാളിറ്റിയിൽ തന്നെ വീട്ടിലിരുന്ന് കാണാവുന്ന ഒരു ഫെസിലിറ്റിയിൽ എല്ലാ സിനിമകളും, ഈവൻ ഈ ഇന്ന് വരെ നമ്മൾ അവാർഡ് സിനിമ എന്നൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള സിനിമകൾ പോലും എല്ലാം ഇന്ന് വരെ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സിനിമകളും അതിൻ്റെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് വീട്ടിൽ ഹോം തിയേറ്റർ, പ്രൊഫഷണൽ ഹോം തിയേറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് അവിടെ റിലീസ് ചെയ്യുന്നൊരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അടുത്ത 2 വർഷത്തിൽ തന്നെ 100,000 തിയേറ്റേഴ്സ് ഇന്ത്യയിൽ വരേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ഇതിനു വേണ്ടി എല്ലാവരും കൂട്ടായ ഒരു മൂവ്മെൻറ്റ് നടത്തി കഴിയുമ്പം ക്വാളിറ്റിയിൽ എനിക്കൊരു സിനിമ കാണാൻ പറ്റുമ്പോൾ ഞാൻ എന്തിനാണ് ഈ പൈറേറ്റഡ് സാധനം എടുത്ത് കാണുന്നത്? ലീഗലായിട്ട് എനിക്ക് കാണാൻ സാധിക്കുമ്പോൾ ഞാനെന്തിനാണ് ഇല്ലീഗലായിട്ട് പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ ഈ മൈൻഡ് സെറ്റ് എല്ലാം മാറും. സിനിമയുടേതായ ഫോർമാറ്റിൽ കാണണം. അല്ലാതെ ഇപ്പം 3 to 5% ആൾക്കാരെ തിയേറ്ററിൽ പോയി കാണുന്നുള്ളൂ. അതിനെ നമുക്കൊരു 15% തന്നെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഹോളിവുഡിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു റവന്യൂ വൈസിൽ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് പോയി കാണുവാൻ അവരുടെ സമീപ പ്രദേശത്തിൽ ഏറ്റവും ക്വാളിറ്റിയിലുള്ള തിയേറ്റേഴ്സ് എത്തിക്കുകയാണ്. അതിനുവേണ്ടി ഏതാണ്ട് 2000-ഓളം കോർപ്പറേറ്റ് ഫേംസാണ് ജോയിൻ ഹാൻഡ്സ് ചെയ്തിട്ട് ഇപ്പം NRI പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ നിർഭ എന്ന് പറയുന്ന അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ റിച്ച് NRIs മൾട്ടി മില്യനേഴ്സ് എല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ബ്രാൻഡിങ് തിയേറ്റേഴ്സാണ് വരുന്നത്. ഒരു ബ്രാൻഡിങ് തിയേറ്റർ ചെയ്യുമ്പോഴേ നിങ്ങൾ അതിനകത്ത് ഒരു വിധ കോംപ്രമൈസിന് പോകില്ല. അപ്പം ഞങ്ങളതിന് ട്രിവാൻഡ്രത്ത് 4K പ്രൊജക്ഷൻ, ഇന്ത്യയിൽ ഒറ്റ തിയേറ്ററിൽ 4K പ്രൊജക്ഷൻ ഉള്ളൂ. കാര്യം 4K പ്രൊജക്ഷൻ തന്നെ 10 ഇരട്ടി എക്സ്പെൻസാണ്. 4K ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ബ്രാൻഡിങ് തിയേറ്ററാണ്. അപ്പം ഒരു ബ്രാൻഡിങ് കൺസെപ്റ്റിൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ തിയേറ്ററിൽ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാവുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പം തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ബാഹുബലിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 കോടി രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇന്ത്യ മുഴുവൻ ഇതേ കൺസെപ്റ്റ് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രൂവൺ തിയറിയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഫിലിം മേക്കേഴ്സിൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറും. ഇതിലേറെ CSR മൂവീസ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ് റൂളുണ്ട് 2% പ്രോഫിറ്റ് ഷെയർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന്. അത് മൂവീസിന് വേണ്ടി, അതിപ്പോൾ ഷോർട്ട് ഫിലിം തൊട്ടിട്ട് ഫീച്ചർ ഫിലിം വരെ നമുക്ക് ചെയ്യാം. ഓരോ കമ്പനിയുടെ ചിലർക്ക് 1 ലക്ഷം രൂപയായിരിക്കും അവരുടെ ഈ 2% എന്ന് പറയുന്നത്, ചിലർക്ക് 1 കോടി രൂപയായിരിക്കും, ചിലർക്ക് 10 കോടിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ ഒരു മൂവി മേക്കിംഗ് കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം പലപ്പോഴും ഫിലിം മേക്കേഴ്സ് അവരുടെ 80% സമയവും ചിലവഴിക്കുന്നത് അടുത്ത പ്രൊഡ്യൂസറെ അന്വേഷിച്ച് കഷ്ടപ്പെടുകയാണ്. അതല്ല, ഫിലിം മേക്കർ ഫോക്കസ് ചെയ്യേണ്ടത് ഫിലിം മേക്കിങ്ങിനകത്താണ്. അതിനുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു സിസ്റ്റമാണ് വേണ്ടത്. പിന്നെ കുറച്ചുകൂടി അച്ചടക്കവും ഒക്കെ ഇതിനകത്ത് വരുമ്പോഴാണ് ഇൻഷുറൻസ് കമ്പനീസ് രംഗപ്രവേശം ചെയ്യും. കാര്യം എല്ലാം ഇൻഷുർഡ് ആയിരിക്കണം. നാളെ ഒരു ലോസ് ഒരു സിനിമയ്ക്ക് ഉണ്ടായാൽ അത് ഇൻഷുറൻസ് വഹിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം. അല്ലാതെ ഇഷ്ടമുള്ളപ്പോൾ സെറ്റിൽ വരിക പോവുക അങ്ങനെയുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പം ഹോളിവുഡിലൊക്കെ ചെയ്യുന്ന അതേ സിസ്റ്റം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണലായിട്ട് മാറും. കലാമൂല്യമുള്ള സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല എന്നൊരു ആശയത്തിൽ നിന്ന് തന്നെയാണോ ഈ ഒരു ഇല്ല, അതിൻ്റെ തുടക്കമല്ലേ. ഇപ്പോൾ ഏരിയസ് ഫ്ലെക്സ് തന്നെ ഞങ്ങളൊരു എന്താണ് ഏത് സിനിമയും ഇപ്പോൾ നിങ്ങൾ ഈ അവാർഡ് സിനിമയിൽ നിന്ന് ലേബൽ കുത്തിയ സിനിമകൾക്ക് വേണ്ടി ഒരു ഷോ മാറ്റി വെച്ചിരിക്കുകയാണ്.
അപ്പം അത് എല്ലാ തിയേറ്ററിലും അറ്റ്ലീസ്റ്റ് ഒരു മോർണിംഗ് ഷോ എങ്കിലും കാര്യം സിനിമയുടെ ഫോർമാറ്റ് നമ്മൾ കാണാം. അല്ല ടി വിയുടെ ഫോർമാറ്റ് കാണാനാണെങ്കിൽ നമുക്ക് അതിന് ടെലിഫിലിം ചെയ്താൽ മതി, അതിന് സിനിമ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സിനിമ എത്രയോ പേര് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വലിയ ഫോർമാറ്റ് കാണാൻ വേണ്ടി അതും ഇപ്പോൾ CSR ഇപ്പം തിയേറ്റർ ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാധനമാണ് മോർണിംഗ് ഷോസ് കാണുക എന്നുള്ളത്. അതുപോലെ തന്നെ CSR ഫണ്ടിൽ ചെയ്യുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളത് ഒരു കൂട്ടായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോ എങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, എസ്പെഷ്യലി ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത്. പലരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഫിലിം മേക്കേഴ്സ് എല്ലാം സിനിമ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ CSR ഫണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം ഞങ്ങൾ ചെയ്തു. ഇപ്പം ജലം, പത്മകുമാറിൻ്റെ ജലം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ CSR മൂവി എന്ന നിലയിലാണ്. വീടില്ലാത്തവർക്ക് വേണ്ടി ചെയ്തൊരു സിനിമയാണ്. അതായത് ഈ ഒരു അലിഫിൽ ഞങ്ങളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റവന്യൂ മുഴുവൻ പോകുന്നത് വീട് വെച്ച് കൊടുക്കുന്നതിന് ഒരു ചാരിറ്റി ആക്ടിവിറ്റിയാണ്. അതിലൂടെ ഓരോ പ്രേക്ഷകനും അത് കാണുന്ന ഓരോ പ്രേക്ഷകനും അവരറിയാതെ ആ ചാരിറ്റി ഡ്രൈവിൽ ഭാഗഭാക്കാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് നമ്മൾ ഈ ഒരു ഇതിലൂടെ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാം ഒരു പരിചയമുള്ളതായിരിക്കും. എന്നാൽ ഫിലിം മാർക്കറ്റ് എന്നൊരു ആശയത്തെ മലയാളികൾക്ക് അത്ര പരിചയമുള്ളതായിരിക്കില്ല. പറഞ്ഞു ഇപ്പോൾ വിദേശത്തു നിന്നാണ് ഫിലിം മാർക്കറ്റിലേക്ക് റവന്യൂ വരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫിലിം മാർക്കറ്റ് എന്നൊരു ആശയത്തെ ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? ഞാൻ മിക്കവാറും എല്ലാ വേൾഡിലെ മെയിൻ ഫിലിം മാർക്കറ്റ്സിലെല്ലാം പോയിട്ടുണ്ട്. ഒരു ഫിലിം മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കൺസെപ്റ്റുമായിട്ട് എനിക്ക് അവിടെ വരാം. അത് അഡ്വാൻസ് പ്രീ സെയിൽ അവിടെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ സിനിമ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് സെയിൽസിന് വെക്കാം. അപ്പോൾ അത് ബയേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന് വരും. ഓപ്പൺ മാർക്കറ്റ് പോലെ സാധാരണ മാർക്കറ്റിൻ്റെ ഒരു മറ്റൊരു അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് സിനിമകൾ, ഡോക്യുമെൻ്ററീസ്, ഇതെല്ലാം അതിനകത്ത് വരും. അപ്പോൾ അത് ഇപ്പം ചിലർ വരുന്നത് ഹൊറർ മൂവീസ് മാത്രം വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അമേരിക്കൻ ഫിലിം മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മാർക്കറ്റ്. അവിടെ ഒരു 800ഓളം സ്റ്റാൾ സാധാരണ കാണാറുണ്ട്. 8000ഓളം ബയേഴ്സ് അവിടെ എത്താറുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ. അപ്പം അതിനേക്കാളൊക്കെ ശക്തമായ രീതിയിൽ നമുക്കിവിടെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, ചൈന എന്ന് പറയുന്നൊരു വലിയ ഇൻഡസ്ട്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിലിം ഇൻഡസ്ട്രി. കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ 40% ഈ കഴിഞ്ഞ ഒരു വർഷം 32 കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ നമ്മളുടെ ഇവിടുത്തെ പ്രേക്ഷകൻ കുറഞ്ഞതല്ല, ചൈനയിൽ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെറും 6 വർഷത്തിന് മുമ്പ് 3000 തിയേറ്റർ ഉണ്ടായിരുന്ന ചൈനയിൽ ഇന്ന് 25000 തിയേറ്ററായി കഴിഞ്ഞു. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമ റിലീസ് ചെയ്യുന്നത്. PK റിലീസ് ചെയ്തിട്ട് 100 കോടിയാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ചൈനീസ് ഗവൺമെൻറ്റിനെല്ലാം ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ, കാര്യം ചൈനീസ് ഗവൺമെൻറ് ഇവിടെ 300 ജയൻറ്റ് സ്ക്രീൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡിസ്കഷന് വേണ്ടി ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴാണ് ഞാനാണ് ആദ്യമായിട്ട് ബാഹുബലിയുടെ ട്രെയിലർ അവർക്ക് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ നെറ്റിൽ കയറിയിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പം ബാഹുബലി ഈ മാസം അവിടെ റിലീസ് ചെയ്യാൻ പോകണം. 5000 തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതുവരെ ബാഹുബലി 4000 തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഈ 5000 തിയേറ്റർ എന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ബാഹുബലിയുടെ ഒരു 4K പ്രിൻ്റാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം. എയർസ്പ്ലെക്സിൽ മാത്രമാണ്. അവിടെ 4K തിയേറ്റേഴ്സ് ഇഷ്ടം പോലെയാണ്, മനസ്സിലായി. മിക്കവാറും എല്ലായിടവും 4K തിയേറ്റേഴ്സാണ്. അപ്പം ബാഹുബലി ഇന്ത്യയിലും വിദേശത്ത് നേടിയതിനേക്കാളും കൂടുതൽ കളക്ഷൻ ആയിരിക്കും ചൈനയിൽ നേടാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഒരു ചിത്രം, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചൈനീസ് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഒരു 10 സിനിമകളെങ്കിലും എല്ലാ വർഷവും എടുക്കുക എന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. ഇതുകൂടാതെ ഇൻഡോ ചൈന പ്രോജക്ട്സ് അവർ അനൗൺസ് ചെയ്യണം. അങ്ങനെ വരുമ്പം ഒരു കഥ സെലക്ട് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. പകുതി ക്യാരക്ടേഴ്സ് ഇന്ത്യയിൽ നിന്നും പകുതി ചൈനയിൽ നിന്നും, രണ്ട് ഇൻഡസ്ട്രിയും കൂടെ ജോയിൻ ഹാൻഡ്സ് ചെയ്തിട്ട് ആദ്യത്തെ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുങ്ഫു യോഗ എന്ന് പറഞ്ഞിട്ട് ജാക്കി ചാൻ ഹീറോ ആയിട്ട്, ഋതിക് റോഷനെയാണ് അവർ ഓപ്പോസിറ്റായിട്ട് ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ട് ഇപ്പം ദുബൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അതിൻ്റെ ഡയറക്ടറെല്ലാം ഞങ്ങൾ കണ്ടു. അപ്പോൾ അവർക്ക് മിക്കവാറും ഈ ആഴ്ച ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടീം ഇവിടെ ഈ നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വേണ്ടി വരും. അതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർ ഇതുവരെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരിവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 4 മെഗാ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 150 കോടി 200 കോടി റേഞ്ചിലുള്ള 4 പ്രോജക്ട്സ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഏതാണ്ട് 50 കോടിക്ക് 100 കോടിക്ക് ഇടയ്ക്കുള്ള 2 പ്രോജക്ട്സ് വേറെ വരുന്നുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ഇപ്പം കാഴ്ചപ്പാടൊക്കെ മാറി തുടങ്ങി നമ്മുടെ ഫിലിം മേക്കേഴ്സിൻ്റെ. അതായത് കേരളത്തിൽ മാത്രമല്ല, കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ അമേരിക്കൻ ഫിലിം മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിടുന്നത് ഇന്ത്യൻ ഫിലിം മാർക്കറ്റിന് വേണ്ടി 5% ഒരു സിനിമ കൊണ്ടുവന്നാലും ഇന്ത്യയിൽ നിന്ന് ഇത്രയേ കിട്ടത്തുള്ളൂ. വളരെ ചെറിയൊരു മാർക്കറ്റ് വാല്യൂ അവരിടുന്നു ഇത്രയും വലിയൊരു രാജ്യത്തിന്. മാത്രവുമല്ല
ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ പൊട്ട് മാത്രമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സിന് ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരെ എന്തുകൊണ്ട് ഇൻ്റർനാഷണലി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? അവർക്കൊരു വേദി ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രോജക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. വി ആർ ക്രിയേറ്റിംഗ് എ പ്ലാറ്റ്ഫോം. അവിടെ ഈ സിനിമാ മേഖലയിലെ കഴിവുള്ളവർക്ക് വന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ഇൻ്റർനാഷണലി പോയിരിക്കുക. അവർക്ക് അത്രയും പൊട്ടൻഷ്യലുണ്ട്, മനസ്സിലായില്ലേ? കാര്യം നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഫിലിം മേക്കേഴ്സ് നമ്മൾ ഇവിടെ ഉണ്ട്. കാര്യം ഒരു 100 വർഷത്തിലെ ലോകത്തിലുണ്ടായ ചേഞ്ചസ് ഒരു ലൈഫ് ടൈമിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തവരാണ് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് മുഴുവൻ. അത് ഒരുപക്ഷെ അമേരിക്കയിലുള്ളവർക്കൊന്നും അവിടുത്തെ ഫിലിം മേക്കേഴ്സ് കണ്ടിട്ടുണ്ടാവത്തില്ല. കാര്യം അവിടെ അവർ ജനിച്ചപ്പോൾ തന്നെ കാലഘട്ടം മാറിക്കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് മണ്ണെണ്ണവിളക്കിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് എല്ലാം ഓരോന്നും അനുഭവിച്ച് വന്ന അവരുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റിക്ക് പുതിയ തലങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അപ്പം അതിനെ നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേദി ഒരുക്കുക. പിന്നെ ടെക്നോളജി നമ്മളിപ്പോഴും ഒരുപാട് പുറകിൽ നിൽക്കുകയാണ്. ഈ കാര്യം ടെക്നോളജി നമ്മുടെ കയ്യിലിരുന്നുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നൊരവസ്ഥയാണ്. ആ ടെക്നോളജിയും കൂടെ, കാര്യം സിനിമ എന്ന് പറയുന്നത് ടാലൻറ്റ് മാത്രമല്ല, വെറും ക്രിയേറ്റിവിറ്റി മാത്രമല്ല, അതിനകത്ത് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു വലിയൊരു ഫീസ്റ്റായിട്ട് വേണം നമ്മൾ ഡെലിവറി ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് അകന്നുപോയ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരും. ഇപ്പം ബാഹുബലി തിയേറ്ററിൽ കാണാൻ ഫെസിലിറ്റി ഉള്ളപ്പോൾ ഒരാളും വീട്ടിലിട്ടൊരു CD ഇട്ടത് കാണില്ല. അവതാർ എന്ന് പറയുന്ന സിനിമ ശരിക്കും IMAX 3Dയിൽ പോയി കാണേണ്ട സാധനമാണ്. അവിടെ അത് കാണാതെ വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ പൈറസിക്ക് വേണ്ടി പോകുന്നതൊക്കെ. ഇപ്പം തിരുവനന്തപുരത്തുള്ളവരൊക്കെ പലപ്പോഴും എത്രയോ നാളുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ തിയേറ്ററിലേക്ക് കാണാൻ വന്നത്. അപ്പോൾ അതേ അനുഭവം നമുക്ക് ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കണം. AFMലൊക്കെ 800 സ്റ്റാളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യ വിട്ടിൽ കൊച്ചിയിൽ നമ്മൾ നടത്താൻ പോകുന്നതിൽ എത്ര സ്റ്റാളുകൾ? ഞങ്ങളിപ്പോൾ 100 സ്റ്റാളിൽ നിന്നാണ് ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ചെറിയ രീതിയിൽ, കാര്യം നമുക്ക് തുടക്കത്തിൽ ഇന്റർനാഷണൽ ബയേഴ്സിന്റെ സാന്നിധ്യം എല്ലാവരുടെയും സാമ്പിൾസ്, കാര്യം ബയേഴ്സ് മാത്രമല്ല, ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഇൻ്റർനാഷണലുള്ള ഓരോ മേഖലയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അന്യമായിട്ടുള്ള ഒരുപാട് ടെക്നോളജി വരികയാണ്. അപ്പോൾ ഇവരുടെ എല്ലാ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ ഈ 100 സ്റ്റാളിനകത്ത് നമുക്ക് എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനാണ് ഇത്തവണ കൊണ്ടുവരേണ്ടത്. അടുത്ത തവണയാകുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ, ഇപ്പം കൊച്ചിയിലാണ്, അടുത്ത തവണ നമുക്ക് ലേമറിഡിയിൽ വെച്ച് നടത്താൻ പറ്റില്ല. അടുത്ത തവണ നമുക്കിപ്പം കല്ലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തെങ്ങാനും വലിയ സ്റ്റോൾ ഇടേണ്ട അവസ്ഥ വരും. അതുമല്ല, ഇത്തവണ ഇപ്പം നമ്മുടെ ഇപ്പം ചെയ്തിരിക്കുന്ന ടൈമിങ്ങും ഇപ്പോൾ AFM കഴിഞ്ഞതേ ഉള്ളൂ. AFM ഇപ്പം ഇന്ന് അവിടെ അമേരിക്കയിൽ അവസാനിക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം നമ്മൾ അടുത്ത തവണ അതുകൊണ്ട് ടൈമിംഗ് കൂടെ മാറ്റി ചിലപ്പോൾ ഓണം സമയത്തെങ്ങാനും വെച്ചിട്ടായിരിക്കും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ അടുത്ത തവണ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്തവണ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരുപാട് കാര്യം ഇതൊരു ബൃഹത്തായ പദ്ധതിയാണ്, മനസ്സിലായില്ലേ? അപ്പം കഴിഞ്ഞ 10 മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇവിടം വരെ എത്തിച്ചിട്ടിരിക്കുന്നത്. നല്ലൊരു ടീം ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഈ പദ്ധതിയോടുള്ള സമീപനം എങ്ങനെയാണ്? ഇല്ല, എല്ലാവർക്കും പോസിറ്റീവ്. ഞങ്ങൾ പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒരു ടാക്സ് പേയറുടെയും ഒരു പൈസ പോലും ചിലവാക്കാത്ത രീതിയിലാണ്. കാര്യം ആദ്യം ഒന്ന് ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് ചെയ്യാം. കാര്യം ഇവിടെ പലപ്പോഴും ഫെസ്റ്റിവൽസ് നടക്കുന്നത് ടാക്സ് പേയേഴ്സിൻ്റെ പണം ചോർത്തിക്കളയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി കാണിച്ചിട്ട്, കാര്യം ഗവൺമെൻറ് കയ്യിൽ ഒരുപാട് ഫണ്ടുണ്ട് ആക്ച്വലി. അതിനെ പോസിറ്റീവായിട്ട്, അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് ചിലവഴിക്കുവാൻ വേണ്ടിയുള്ള ഒരു പണം, ഒരു രൂപ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം ഇങ്ങനെയാണ് നമ്മളൊരു സാധനം ചെയ്യേണ്ടതെന്നുള്ള ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കി വ്യക്തമായ ധാരണയോടുകൂടി എല്ലാവരും ഇത് ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പറയുന്നതിൻ്റെ 10 ഇരട്ടി എഫക്റ്റാണ് ഇവിടുത്തെ സെലിബ്രിറ്റീസ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, ഇതിനിൽ നിന്ന് അന്നം കണ്ടെത്തുന്ന എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇതിന് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ മിസ്സാക്കരുത്. കാര്യം ഇന്ത്യക്ക് സ്വന്തമെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒന്ന് ഫിലിം ഇൻഡസ്ട്രിയാണ്. നമ്പർ 1 എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇപ്പം സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരുപാട് പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും അതൊക്കെ അമേരിക്കൻ കമ്പനീസിനും മറ്റും വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അനിമേഷൻ ഇൻഡസ്ട്രിയിൽ 1 ലക്ഷത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി അടുത്ത 5 വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സാമ്പിൾ ഇപ്പം ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അനിമേഷൻ സ്റ്റുഡിയോ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ അനിമേഷൻ അക്കാഡമീസ് തുടങ്ങുകയാണ്. അപ്പം അടുത്ത ജനറേഷൻ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം, മനസ്സിലായില്ല? അപ്പം ഞങ്ങളുടെ കോൺഫിഡൻസ് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് ഈ ടാർഗറ്റ് ചെയ്തേക്കുന്നതിനകത്ത് എല്ലാം സാമ്പിൾസ് ചെയ്ത് പ്രൂവ് ചെയ്ത്, അതുകൊണ്ടാണ് ഗവൺമെൻറ് അടുത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പ്രൂവൺ ട്രാക്ക് റെക്കോർഡുമായിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് ഗോവ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, അല്ലെങ്കിൽ IFFK ഉണ്ട്. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണ്? ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തതാണോ?
തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിൽ ഒരുപാട് പ്രേക്ഷകരുണ്ട്, ശക്തമായ പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ഫെസ്റ്റിവലിലാണ് തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവൽ. പക്ഷേ അവിടെ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗോവയിൽ പേരിനൊരു ഫിലിം മാർക്കറ്റ്, അതിനെ ഫിലിം മാർക്കറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഇത്തവണ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാര്യം ഇത് കഴിഞ്ഞിട്ട് ഗോവ ഫിലിം ഫെസ്റ്റിവൽ ആക്ച്വലി ഈ ഒരു ഈവൻറ്റിൻ്റെ പാർട്ടാക്കി ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് ഇത് കഴിഞ്ഞാൽ എൻ്റെ ടീം ഗോവയിലേക്ക് പോകാനുള്ളൊരു ഒരു സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ട് ഇത്തവണ ഗോവ ഫിലിം മാർക്കറ്റ്, അങ്ങനെ ഒരു ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കുന്നില്ല. ഫെസ്റ്റിവൽ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ഈ രണ്ട് ഫെസ്റ്റിവലിനുള്ള ഗുണം വെച്ചാൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വലിയ ഫണ്ട് വരുന്നുണ്ട്. പക്ഷേ അത് അത്രയും ഫണ്ട് വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ട് എത്രയോ ഇതിൽ മികച്ച രീതിയിൽ നടത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കി എടുക്കണം. കാര്യം ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, യുവർ റെസ്പോൺസിബിലിറ്റി. കാര്യം നമ്മളെല്ലാം ടാക്സ് കൊടുക്കുന്ന പണം വെച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് ഒരു സാധനം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്തുകൂടെ? ഏതായാലും എന്താ ഒരു പേരിന് ചെയ്യുന്നതല്ലല്ലോ. അതുപോലെ ഓരോ വർഷവും മികച്ചതായിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ നടത്താൻ വേണ്ടി നടത്തുന്നു. ഒരു ചടങ്ങിന് വേണ്ടി. കാര്യം ഒരു ഫണ്ടുണ്ട്, അത് ഈ വർഷം നടത്തണം, അങ്ങനെയുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലൊക്കെ അതിൻ്റെ നടത്തിയ ആൾക്കാരിൽ ഒരുപാട് പേര് ഇത്തവണ അതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ അലിഫിൽ അവരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു അവരുമായിട്ടൊന്നും കോമ്പറ്റീഷന് വേണ്ടിയല്ല. കാര്യം നമ്മളൊരു വേറിട്ട രീതിയിൽ പോകുന്നു, ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവലുമായിട്ട് മത്സരിക്കാനോ അങ്ങനെയുള്ള ഒന്നുമല്ല. കാര്യം ഞങ്ങൾ പോകുന്ന വഴിയേ വേറെയാണ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. കാര്യം ഫിലിം ഫെസ്റ്റിവൽ വെച്ച് മാത്രം ഒരിക്കലും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി രക്ഷപ്പെടത്തില്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സമൂലമായ മാറ്റം വരുമ്പോഴാണ് ഈ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ നമ്മൾ ഹോളിവുഡിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മളിരിക്കേണ്ട സ്ഥലത്ത് ചൈന കയറിയിരിക്കും. ചൈനയുടെ ഗ്രോത്ത് അത്രയും ഫാസ്റ്റാണ്. അതൊക്കെ ഗവൺമെൻറ്റൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് അവിടെ കൺട്രോൾ ചെയ്ത് എല്ലാം ചെയ്യുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ ഈ ഇത്തവണ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റം ചേഞ്ച് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇപ്പം തിയേറ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5000 തിയേറ്ററൊക്കെ വെറും ഒരൊറ്റ റൂമിലിരുന്നുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, കാര്യം അത് കൺട്രോൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സൗണ്ടിലെ കാലിബ്രേഷൻ പോലും മാറിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഒരു തിരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഇൻഡസ്ട്രി വലുതാകുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. വിദേശ സിനിമകൾ ഇപ്പം US അല്ല ഇൻഡോ ചൈന പ്രോജക്ട്സൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ യൂണിയൻ റേറ്റ്സ് അനുസരിച്ച് തന്നെ വിദേശ സിനിമകളാണെങ്കിൽ എല്ലാ തൊഴിലാളികൾക്കും ഇരട്ടി ശമ്പളം കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ റവന്യൂ കൂടും. ഞങ്ങളത് ആദ്യം പ്രൂവ് ചെയ്ത് ഡാം ട്രിപ്പിൾ നയൻ ചെയ്യുമ്പോഴാണ്. ഇവിടെ വരുമ്പോൾ പലപ്പോഴും യൂണിയൻ റേറ്റ് അനുസരിച്ച് ചിലപ്പോൾ 2 ഇരട്ടി 3 ഇരട്ടി റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതിനനുസരിച്ചാണ് അത് മൂവി ബഡ്ജറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗുണം വരുന്നത്, കാര്യം ക്വാളിറ്റിയിൽ സിനിമ ചെയ്യുമ്പം നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇൻഡസ്ട്രിക്ക് ഇതൊരു വളരെ നല്ലൊരു ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫെഫ്ക ശക്തമായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നത്. മാത്രമല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന, ഫിലിം സംഘടന എന്ന് പറഞ്ഞാൽ ഐഫക്കാണ്. ഫെഫ്കയുടെ എല്ലാം അപെക്സ് ബോഡിയാണ്. ഐഫക്കിൻ്റെ കീഴിലാണ്. അതിൻ്റെ 20 ലക്ഷത്തോളം തൊഴിലാളികളാണ് ഇന്ത്യ മുഴുവനുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെയും തൊഴിലാളികളുള്ളത്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് ഈ ഞങ്ങളുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ തവണ. അതുകൊണ്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള വ്യക്തികൾ ഇതിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. കാര്യം അത് എത്രമാത്രം ഞങ്ങൾ ഒരുപക്ഷെ ഒരു 5 വർഷമോ 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ അതേ ഫ്രീക്വൻസിയിലുള്ളവർ വരണം. അത് ഏതോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നല്ല ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ കമൽ സാറ് ഞങ്ങളോടൊപ്പം ഉണ്ട്, സിബി സാറുണ്ട്. അങ്ങനെ നല്ലൊരു ടീം ഇതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് നല്ല രീതിയിൽ പോകും. ഡാം ട്രിപ്പിൾ നയന് ശേഷം വേറൊരു സിനിമ കണ്ടില്ല. ഈ ഒരു പ്രോജക്റ്റിന് പുറകെ പോയത് കൊണ്ടാണോ സിനിമ എടുക്കാൻ? ഇല്ല, ഡാം ട്രിപ്പിൾ നയന് ശേഷം ഞാൻ മനഃപൂർവ്വം ബ്രേക്ക് ഇട്ടത്. കാര്യം ഞങ്ങൾ പ്രൊഡക്ഷനിലേക്ക് നീങ്ങി. ഇപ്പം സെയിൻ ട്രാക്കുള്ള ചെയ്തു, കമസൂത്ര 3D ഇപ്പം റിലീസിന് വരുന്നുണ്ട്, ജലം ഇപ്പം ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സംവിധാനത്തിന് പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നൊരു കാര്യമാണ് സംവിധാനം. എൻ്റെ ഒരു ലൈഫിൽ 4 വർഷത്തോളം ഞാൻ ഈ ഡാം ട്രിപ്പിൾ നയന് വേണ്ടി മാറ്റി വെച്ചാണ്. കാര്യം അത്രയും ഒരു ഹോളിവുഡ് ഫോർമാറ്റിലൊരു സിനിമ ഇന്ത്യയിൽ നിന്ന് ചെയ്യുക എന്നുള്ളത് ബൃഹത്തായ കാര്യമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ വരുമ്പോഴാണ് അതിൻ്റെ ദുരന്തം ഞാൻ അറിഞ്ഞത്. കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ 2D 3D കൺവേർട്ടഡ് മൂവിയായിരുന്നു. ആദ്യമായിട്ട് 4Kയിൽ സ്കാൻ ചെയ്ത് പിന്നീട് അത് 4K പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ സൗകര്യമില്ല എന്ന് കണ്ട് വീണ്ടും 2Kയിൽ കംപ്രസ് ചെയ്ത് ഇതെല്ലാം ചെയ്ത് തിയേറ്ററിൽ വന്നപ്പം 1K പോലും ഇല്ലാത്ത പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ സിനിമ കാണിക്കുകയും അവിടെ 3D പ്രൊജക്ഷൻ വരുമ്പം വീണ്ടും 50% ലോസിൽ വന്നിട്ട് ഒരു വലിയ ദുരന്തമാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വലിയ ദുരന്തമാണ് മനസ്സിലായത് ടെക്നോളജിക്കലി.
അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഈ 3D വേർഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി ഇത്രയും സമയം എടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും, കാര്യം എൻ്റെ മനസ്സിലെ സിനിമയ്ക്ക് അത് സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രൊജക്ഷൻ സിസ്റ്റമുള്ള ഒരു സംവിധാനം വന്നിട്ട് ചെയ്താൽ മതി, അല്ലാതെ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, മനസ്സിലായില്ലേ? പക്ഷേ ഡാം ടു പ്ലാൻ്റെ ഇന്നും യാത്ര ഇന്നും അവസാനിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ മാസവും ഞാൻ 2 ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. 3 ഫെസ്റ്റിവൽ സെലക്ഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടിയേക്കുന്ന 100ലേറെ ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടിയേക്കുന്ന സിനിമ ഇതാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ചൈനീസ് ഓസ്കാറിലേക്ക് പോയ സിനിമ ഇതായിരുന്നു. ഇപ്പം അതുകൊണ്ട് തന്നെ ചൈനീസ് ഓസ്കാറിൻ്റെ ഹെഡ് എല്ലാം ഇത്തവണ ഇൻഡിവിഡിന് വരുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ആ പോയതിൻ്റെ പ്രതിഫലനമാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ചൈനീസ് ഓസ്കാറിനേക്കാളും വളരെ വലുതാണ് ചൈനീസ് ഓസ്കാറിൻ്റെ ആ ഈവൻറ്റ് നടത്തുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലോസിംഗ് സെറമണിക്കൊക്കെ 60,000 പേര് പങ്കെടുക്കുന്ന, ജാക്കി ചാനെ പോലുള്ളവർ ആങ്കർ ചെയ്യുന്ന വലിയ ഈവൻ്റാണ്. എൻ്റെ മനസ്സിലുള്ള 5 വർഷത്തിന് ശേഷമുള്ള ഈ ഞങ്ങളുടെ ഫെസ്റ്റിവലിൻ്റെ അവാർഡ് എന്ന് പറയുന്നത് അതിനേക്കാളും വലുത്. കാര്യം നമ്മളെന്തിനാണോ ഈ ലോകത്തിലെ ഏറ്റവും എല്ലാ ഫിലിം മേക്കറുടെയും അൾട്ടിമേറ്റ് ഡ്രീം ഓസ്കാറാണ്. നമ്മളെന്തിനാണ് അയലത്തെ കുട്ടിയുടെ സൗന്ദര്യം നോക്കിയിരിക്കുന്നത്? നമ്മളുടെ വീട്ടിൽ അതിലും നല്ലത് ഒന്നും ഉണ്ടായിക്കൂടെ? നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. 40% മാർക്കറ്റ് ഷെയർ നമുക്കില്ലേ? നമുക്ക് സാധിക്കുന്ന കാര്യമല്ലേ? അപ്പം അതാണ് ഡ്രീം. അതുകൊണ്ട് അത് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ്. എങ്കിലും 2 പ്രോജക്റ്റ് ഇപ്പം പൈപ്പ് ലൈനിൽ നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും ശ്രീ IV ശശിയും ഞാൻ കൂടെ ചേർന്നിട്ടൊരു കമ്പൈൻഡ് ആയിട്ടൊരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റ് വാറിനെ ബേസ് ചെയ്തിട്ട്. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അതിൻ്റെ സിനോപ്സിസ് കഴിഞ്ഞ് കുവൈറ്റ് ഗവൺമെൻറ് കൊടുത്തതിൻ്റെ അപ്രൂവലൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ഞങ്ങളിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സമയമെടുത്ത് അത് കാര്യം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു 3-4 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അത് ഇതിനോടൊപ്പം കൊണ്ടുപോകണം. പക്ഷേ ഇന്ന് എൻ്റെ പ്രയോറിറ്റി ഈ പ്രോജക്റ്റിൻ്റെ കൂടി ഈ പ്ലാറ്റ്ഫോം ക്രിയേഷനാണ്. കാര്യം ആ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ എനിക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ പുറത്തു നിന്നുകൊണ്ട് കാര്യം ഞാൻ ഒരു വലിയ നാടകം അവതരിപ്പിക്കുവാൻ വേണ്ടി സജ്ജമാക്കുമ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് അത് അവതരിപ്പിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലേ. ആ പ്ലാറ്റ്ഫോം ഇല്ലാതെ എത്ര വലിയ ഡ്രാമ സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോജക്റ്റ് ഇൻഡിവിഡ്. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് കാര്യം ഫോക്കസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രോജക്റ്റ് ഇൻഡിവിഡ് ഇന്ന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിലിം പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോജക്റ്റ് ഇൻഡിവിഡാണ്. കാര്യം അതിനു മുമ്പ് ചെയ്തേക്കുന്ന അവതാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോലും 1500 കോടി വരെ ബജറ്റുള്ളൂ. ഇത് ഏതാണ്ട് 67,000 കോടി ബജറ്റ് വരുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ പ്രോജക്റ്റാണ്. അപ്പം അതിനുവേണ്ടി ഏതാണ്ട് 2000-ഓളം കോർപ്പറേറ്റ് ഫേംസിനെ കാണണം. അവരുടെ ബ്രാൻഡിങ് ബഡ്ജറ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരണം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്. അപ്പം ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ബയേഴ്സിനെ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ബയേഴ്സിനെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട്. അപ്പോൾ ആലിഫിനും ഇൻഡിവുഡ് എന്ന ഒരു മാർക്കറ്റ് പ്ലേസിനും എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു 5 വർഷം കൊണ്ട് തങ്ങളുടെ സ്വപ്നം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ തന്നെ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി റിപ്പോർട്ടറിൻ്റെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തത്.